السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ്ഹ് പാഠം 160. ടോയ്ലറ്റിൽ പ്രവേശിക്കാൻ ഉദ്ദേശിച്ച ആളുകൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ് എന്നു പറയൽ സുന്നത്തുണ്ടല്ലോ. അത് മലമൂത്ര വിസർജന ആവശ്യത്തിന് വേണ്ടി മാത്രം ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോഴാണോ, അതല്ല എന്താവശ്യത്തിന് വേണ്ടി ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോഴും ഈ തഅബ്ബുദ്, ഈ കാവൽ തേട്ടം സുന്നത്തുണ്ടോ? മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. വയഖൂലു നുദ്ബൻ ഇൻദ ദുഖൂലിഹി ലിമഹല്ലി ഖളാഇ ഹാജതിഹി, ആവശ്യ നിർവഹണത്തിൻ്റെ ഇടത്തിലേക്ക് അഥവാ മലമൂത്ര വിസർജന ഇടങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. വലൗലി ഹാജത്തിൻ ഉഖ്റാ, അത് മലമൂത്ര വിസർജനം അല്ലാത്ത മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ശരി. ഇങ്ങനെ തന്നെ നിഹായിലും അതുപോലെ മറ്റു പല കിതാബുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മലമൂത്ര വിസർജനം അല്ലാത്ത മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോഴും ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി എന്ന് തുടങ്ങുന്ന ആ ദുആ അല്ലെങ്കിൽ ദിക്ർ ചൊല്ലൽ സുന്നത്തുണ്ട്. അപ്പോൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പ്രവേശിക്കുമ്പോൾ അപ്രകാരം തന്നെ വല്ല വസ്തുക്കളും ടോയ്ലറ്റിൽ വെച്ച് മറന്നുപോയത് എടുക്കാൻ വേണ്ടി പ്രവേശിക്കുമ്പോൾ, അങ്ങനെ ഏതേത് ആവശ്യത്തിന് വേണ്ടി ടോയ്ലറ്റിലേക്ക് കടക്കുമ്പോഴും ഈ ദുആ കൊണ്ടുവരണം. അത് സുന്നത്താണ്. കാരണം നമ്മൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി പ്രവേശിക്കുമ്പോൾ മാത്രമല്ല ടോയ്ലറ്റ് പിശാചിൻ്റെ സങ്കേതമായി മാറുന്നത്. അത് എപ്പോഴും പിശാചിൻ്റെ സങ്കേതം തന്നെയാണ്. ആകയാൽ എപ്പോൾ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോഴും ഈ ദുആ, ഈ ഇസ്തിആദത്ത് കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.